എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരുപാടധികം വേക്കൻസികളുണ്ട്. ജോലികളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, ഒരു ജോലിയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ശ്രദ്ധയോടെ എല്ലാം കേട്ടതിന് ശേഷം മാത്രം അതിലേക്ക് നിങ്ങൾ യോഗ്യനാണെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. ഡ്രൈവർ വേക്കൻസി ഉണ്ട്. ഡ്രൈവർ വേക്കൻസി അല്ലാത്ത ഒരുപാട് വേക്കൻസികളുണ്ട്. ഡ്രൈവർ വേക്കൻസിയിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, ലൈസൻസിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ചൊരു PDF ഫോർമാറ്റിൽ അയച്ചു തരിക. ഇനി ഡ്രൈവർ ജോബ് അല്ലാത്ത വേക്കൻസികളിലേക്ക് നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ചൊരു PDF ഫോർമാറ്റിൽ അയച്ചു തരിക. കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണെന്ന്. നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി UAE-യിലേക്കാണ്. UAE-യിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്കും ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നൊരു പോസ്റ്റിലേക്കും വേക്കൻസികളുണ്ട്. ഈ രണ്ട് വേക്കൻസികളിലേക്കും നിലവിൽ UAE-യിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഫ്രീ വിസയാണ്. നിങ്ങൾക്ക് ₹1 പോലും ചിലവ് ഉണ്ടാവുകയില്ല. നാട്ടിലുള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ടുള്ള വേക്കൻസികളാണത്. ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. സ്ത്രീകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് പുരുഷന്മാരുമാണ് പരിഗണിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള നിലവിൽ UAE-യിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവിലേക്ക് പുരുഷന്മാർക്ക് നിങ്ങൾ വിസിറ്റിംഗ് വിസയിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീലാൻസ് വിസയിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. +2 അല്ലെങ്കിൽ അതിന് മുകളിലോ യോഗ്യത ഉണ്ടായിരിക്കണം. ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് ഫീമെയിൽ വേക്കൻസിയിലേക്ക് വിസിറ്റിംഗ് വിസയിലുള്ള ഫീമെയിൽസിനെ പരിഗണിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് കീഴിലുള്ള വിസ, ആ രീതിയിലുള്ള വിസകളാണെങ്കിൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. വിസിറ്റിങ്ങിലുള്ളവരെ പരിഗണിക്കുകയില്ല. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ സാലറി 2000 UAE ദിർഹമായിരിക്കും ഉണ്ടാവുക. അതിൽ പുറമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മീഷനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണിത്. കമ്മീഷൻ രീതിയിലാണ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുക. ഫുഡും അക്കോമഡേഷനും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഒരു മാസം നല്ല രീതിയിൽ തന്നെ ഏൺ ചെയ്യാൻ കഴിയും. ടെലി സെയിൽസ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, ഇംഗ്ലീഷ് നോളജും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരുമാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. അവർ കമ്പനിയെക്കുറിച്ച് മറ്റു കമ്പനികളിൽ പോയിട്ട് സംസാരിക്കുക, ഓർഡർ പിടിക്കുക, ഇതുപോലെയുള്ള വർക്കുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ ₹1 പോലും നിങ്ങൾക്ക് ചിലവ് ഉണ്ടാവുകയില്ല. ഫ്രീ വിസയാണ്. യാതൊരു തരത്തിലുള്ള ചിലവ് ഉണ്ടാവില്ല. എന്നാൽ നിലവിൽ UAE-യിലുള്ളവരെ മാത്രമേ ഈ രണ്ട് വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ, ഈ ഒരു വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. UAE-യിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9539128062 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മാത്രം പോരാ, നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ചൊരു PDF ഫോർമാറ്റിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണം. വെറുതെ ഹായ് ഹലോ എന്ന് പറഞ്ഞു പോകരുത്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് അയച്ചു തരിക, ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യുക. ഈ രണ്ട് കാര്യം മാത്രം ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് വാട്സപ്പിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും UAE-യിലേക്കാണ്, ദുബായിലേക്കാണ്. ദുബായിലെ ഒരു പ്രമുഖ കാറ്ററിംഗ് സർവീസ് ഗ്രൂപ്പിലേക്ക്, കമ്പനിയിലേക്ക് ഒരുപാടധികം വേക്കൻസികളുണ്ട്. നമുക്ക് ആദ്യം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഫ്രീ വിസയാണ്, ഫ്രീ ടിക്കറ്റാണ്. നിങ്ങൾക്ക് ചെറിയൊരു സർവീസ് ചാർജ് മാത്രമേ പോകാനുണ്ടാകുകയുള്ളൂ. തീർത്തും ഫ്രീ ആണ്. നിലവിൽ നാട്ടിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നോക്കാം എന്തൊക്കെ വേക്കൻസികളാണ് വന്നിട്ടുള്ളതെന്ന്. ക്യാപ്റ്റൻ, വെയ്റ്റർ, സൗത്ത് ഇന്ത്യൻ ഷെഫ് അസിസ്റ്റൻറ്റ്, സ്നാക്ക് മേക്കർ അസിസ്റ്റൻറ്റ്, ഷവർമ ആൻഡ് തന്തൂർ മേക്കർ, എക്സിക്യൂട്ടീവ് ഷെഫ്, പൊറോട്ട മേക്കർ, ദോശ മേക്കർ, സ്നാക്സ് മേക്കർ, നോർത്ത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് ഷെഫ്, ക്യാഷ്യർ എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എത്ര വീതം വേക്കൻസികളാണുള്ളതെന്നും ഇതിലേക്കൊക്കെ എത്രയാണ് സാലറി എന്നുള്ളതും നോക്കാം. ക്യാപ്റ്റൻ പോസ്റ്റിലേക്ക് 12 വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1500 UAE ദിർഹമായിരിക്കും സാലറി ഉണ്ടാവുക. വെയ്റ്റർ പോസ്റ്റിലേക്ക് 10 വേക്കൻസികളാണുള്ളത്.
1200 മുതൽ 1300 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. സൗത്ത് ഇന്ത്യൻ ഷെഫ് പോസ്റ്റിലേക്ക് 10ഉം 2500 മുതൽ 3000 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. സൗത്ത് ഇന്ത്യൻ ഷെഫ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 10 വേക്കൻസി, 2000 മുതൽ 2500 UAE ദിർഹം വരെ സാലറി ഉണ്ടാകും. സ്നാക്സ് മേക്കർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് 5 പേരെയാണ് ആവശ്യം. 2000 മുതൽ 2500 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ഷവർമ ആൻഡ് തന്തൂർ മേക്കർ പോസ്റ്റിലേക്ക് 4 പേരെയാണ് ആവശ്യം. 1800 മുതൽ 2200 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. എക്സിക്യൂട്ടീവ് ഷെഫ് പോസ്റ്റിലേക്ക് 3 പേരെയാണ് ആവശ്യം. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക. പൊറോട്ട മേക്കർ പോസ്റ്റിലേക്ക് 8 പേരെയാണ് ആവശ്യം. 1800 ദിർഹമായിരിക്കും സാലറി ഉണ്ടാവുക. ദോശ മേക്കർ പോസ്റ്റിലേക്ക് 8 പേരെയാണ് ആവശ്യം. 1800 ദിർഹം തന്നെയാണ് ഇതിലേക്കും സാലറി പറഞ്ഞിട്ടുള്ളത്. സ്നാക്സ് മേക്കർ പോസ്റ്റിലേക്ക് 5 പേരെയാണ് ആവശ്യം. 2500 മുതൽ 3000 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. നോർത്ത് ഇന്ത്യൻ ആൻഡ് ചൈനീസ് ഷെഫ് പോസ്റ്റിലേക്ക് 6 പേരെയാണ് ആവശ്യം. 2000 മുതൽ 2500 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ക്യാഷ്യർ പോസ്റ്റിലേക്ക് 8 പേരെയാണ് ആവശ്യം. 1500 മുതൽ 1800 UAE ദിർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ അവൈലബിൾ ആണ്. ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടക്കുന്നത്. 16-ാം തീയതിയും 17-ാം തീയതിയുമായിട്ടാണ് കേരളത്തിൽ ഇൻ്റർവ്യൂ നടക്കുന്നത്. 16-ാം തീയതി കോഴിക്കോട് വെച്ചിട്ടും 17-ാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടുമാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ മലബാർ ഏരിയയിലുള്ള, അതായത് വടക്കൻ കേരളത്തിലുള്ളവർക്കും തെക്കൻ കേരളത്തിലുള്ളവർക്കും ഒരുപോലെ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. വടക്കൻ കേരളത്തിലുള്ളവർക്ക് കോഴിക്കോട് വെച്ച് നടക്കാൻ പോകുന്ന 16-ാം തീയതി നടക്കാൻ പോകുന്ന ഇൻ്റർവ്യൂ, തെക്കൻ കേരളത്തിലുള്ളവർക്ക് കൊച്ചിയിൽ വെച്ചിട്ട് 17-ാം തീയതിയും ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തുള്ളവർക്കും നല്ലൊരു മികച്ച അവസരമാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റുകളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആയാലും മതി. ഓക്കെ, വെയിറ്റർ പോസ്റ്റിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ജസ്റ്റ് നിങ്ങളുടെ CV മെൻഷൻ ചെയ്താൽ മാത്രം മതിയാകും. എങ്കിലും നമ്മളാണെങ്കിലും നിങ്ങളുടെ CV കളക്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ CV കളക്ട് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റർ ജോലിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ CV ജസ്റ്റ് എക്സ്പീരിയൻസും ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് പേരും സ്ഥലവും കാണിച്ചാൽ മതി. അതിൻ്റെ സ്കിൽസ് കാര്യങ്ങൾ CV കൊടുക്കാൻ മറക്കരുത്. നല്ലൊരു പ്രൊഫഷണൽ CV തന്നെ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം പറഞ്ഞു, സാലറി പറഞ്ഞു, ഫ്രീ വിസയാണ്, ഫ്രീ ടിക്കറ്റാണ്, വളരെ ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, ജോലിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി നിങ്ങൾ ഇതിലേക്ക് പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമില്ല. ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചൊരു PDF ഫോർമാറ്റിലാക്കിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ദയവ് ചെയ്തിട്ട് ഹായ് ഹലോ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതിന് പകരം ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചൊരു PDF ഫോർമാറ്റിലായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു വരിക. ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇൻ്റർവ്യൂ സമയത്ത് ക്ലയൻ്റ് ആയിരിക്കും നിങ്ങളോട് പറയുക. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ചൊരു PDF ഫോർമാറ്റായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു. ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഫീമെയിൽസിനെ പരിഗണിക്കുന്നതല്ല. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ്. സൗദി അറേബ്യയിലേക്ക് VIP ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. 2500 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. ഫുഡ് ഉണ്ടാവുകയില്ല, അക്കോമഡേഷൻ അവൈലബിൾ ആണ്. GCC റിട്ടേൺസിനെയാണ് ഈ ഒരു വേക്കൻസി പരിഗണിക്കുന്നത്. ഏതെങ്കിലും GCC രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 45 വയസ്സിന് താഴെ പ്രായമുള്ള, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, +2 ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ്, അല്ലെങ്കിൽ 45 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഓർക്കുക, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം. പ്രീമിയം കാർസ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അതായത് ഫോർച്യൂണർ, അതേപോലെ തന്നെ റേഞ്ച് റോവർ, അങ്ങനെയുള്ള പ്രീമിയം കാർസ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. വെറുതെ മെസ്സേജ് അയക്കണ്ട. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇടങ്ങാറായി പോകും. അതുകൊണ്ടാണ് എടുത്ത് പറയുകയാണ്, പ്രീമിയം കാർസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള, ഓട്ടോമാറ്റിക് ആണെങ്കിലും ഏതാണെങ്കിലും പ്രീമിയം കാർസ് ഓടിച്ച്, ബെൻസ്, ഓടി, അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള പ്രീമിയം കാർസ് ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഇൻ്റർവ്യൂ ഉണ്ടാവുകയില്ല. എന്നാൽ നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ വഴിയായിരിക്കും ഉണ്ടാവുക. ആ ഒരു വീഡിയോയിൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പേര്, വയസ്സ്, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, അവിടെ പോയിട്ട്, അതായത് നിങ്ങൾ GCC ലൈസൻസ് വേണമെന്ന് പറഞ്ഞു, അവിടെ പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഏതൊക്കെ വണ്ടികൾ നിങ്ങൾക്ക് പ്രീമിയം കാർസ് ഓടിക്കാൻ അറിയും എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ, 30 സെക്കൻഡിൻ്റെയും 1 മിനിറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ വേണം. അതിൽ നിങ്ങൾ തീർത്തും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർസ് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട് അവർ കുരുക്കും. അപ്പോൾ സത്യസന്ധമായിട്ടുള്ളവർ മാത്രം ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർ
നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, ലൈസൻസിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റിൽ അയച്ചു തരിക. ഒപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും അയച്ചു തരിക. ആ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ആ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അയച്ചു തരിക. നിങ്ങൾക്ക് പോകാനുള്ള ചിലവ്, സർവീസ് ചാർജ് വരുന്നത് വിസ, ടിക്കറ്റ്, മെഡിക്കൽ, VFX എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു 70,000 രൂപയുടെ ഉള്ളിലായിരിക്കും വരിക. ഓക്കെ, 70,000 രൂപയുടെ ഉള്ളിലായിരിക്കും വരിക. അപ്പോൾ താല്പര്യമുള്ളവർ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. പിന്നെ വർക്കിംഗ് ടൈം കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ കഴിയില്ല. കാരണം VIP ഡ്രൈവർ എന്നൊരു പോസ്റ്റ് ആണെങ്കിലും നമ്മുടെ ഈ ഹൗസ് ഡ്രൈവർ പോലെയുള്ള വർക്ക് രീതിയിൽ തന്നെ ആയിരിക്കും. ഒരു കറക്റ്റ് ടൈം നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ജോലി ചെയ്തവർക്കൊക്കെ അറിയാം, കറക്റ്റ് ടൈം എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ വർക്കേ ഉണ്ടാവില്ല, ചിലപ്പോൾ വർക്കോട് വർക്കായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ വർക്കിംഗ് ടൈം നമുക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ കഴിയില്ല. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള കഴിയുന്നവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അയച്ചു തരിക. ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത്. അടുത്ത വേക്കൻസി, അതായത് ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് കമ്പനികളിൽ ഒന്നായ നെഖൽ എക്സ്പ്രസ്സിലേക്ക് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെ ആവശ്യമുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, ഇന്ത്യൻ 4-വീലർ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുള്ള 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. SSLC ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 1500 സൗദി റിയാലായിരിക്കും സാലറി ഉണ്ടാവുക. 1500 സൗദി റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഏകദേശം 34,000 ഇന്ത്യൻ രൂപയായി, പ്ലസ് കമ്മീഷനും ഉണ്ടായിരിക്കും. മാസം നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഏകദേശം 50,000 രൂപ മിനിമം ഏൺ ചെയ്യാൻ കഴിയും. മിനിമമാണ് ഞാൻ പറയുന്നത്. അതായത് 45,000 to 50,000 രൂപ വരെ നിങ്ങൾക്ക് മിനിമം ഏൺ ചെയ്യാൻ കഴിയും. ബാക്കി അതിന് മുകളിൽ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ വർക്ക് പോലെ ആയിരിക്കും. കാരണം ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണ്. കാര്യം ഇതൊരു കൊറിയർ ലോജിസ്റ്റിക് കമ്പനിയാണ്. കൊറിയർ ഡെലിവറി ഡ്രൈവർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു മാസം എടുക്കുന്ന ഒരു ഡെലിവറി, നിങ്ങളൊരു മാസം ചെയ്യുന്ന ഡെലിവറിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കമ്മീഷനും ലഭിക്കുന്നതാണ്. 15-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ഈ വരുന്ന ആഴ്ച 15-ാം തീയതി മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സൗദി ലൈസൻസ് ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാവുന്നതാണ്. യാതൊരു കുഴപ്പമില്ല. ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നില്ല, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ലോജിസ്റ്റിക് കമ്പനി ആയതുകൊണ്ട് തന്നെ 12 മണിക്കൂറിൻ്റെ അടുത്ത് 10 to 12 മണിക്കൂർ നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും. പക്ഷേ ഇവിടെ സമയമല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾക്കൊരു മാസം മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുക, ഡെലിവറി ചെയ്യുക, മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുക, മാക്സിമം പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതാണ്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം ഇതുപോലെയുള്ള വർക്കിന് പോയാൽ മതി. പണിയെടുക്കാം, പൈസ കിട്ടുമെങ്കിൽ എത്ര പണിയെടുക്കാം, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം ഈ ഒരു ജോലിക്ക് പോയാൽ മതി. കാരണം അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു വേക്കൻസിയാണ് ഈ ഡെലിവറി. അത് ഫുഡ് ഡെലിവറി ആണെങ്കിലും ലോജിസ്റ്റിക് ഡെലിവറി ആണെങ്കിലും മാക്സിമം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വേക്കൻസിയാണ് ഇതും. അപ്പോൾ നെഖൽ എക്സ്പ്രസ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, ലൈസൻസിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റ് ആക്കിയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. പിന്നെ ഇതിലേക്ക് പോകാനുള്ള സർവീസ് ചാർജ് എന്ന് പറയുന്നത് വിസ, ടിക്കറ്റ്, മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 85,000 അല്ലെങ്കിൽ 90,000 രൂപയുടെ ഉള്ളിലായിരിക്കും വരിക. 85,000 അല്ലെങ്കിൽ 90,000 രൂപയുടെ ഉള്ളിലായിരിക്കും വരിക. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് അയച്ചു തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. 15-ാം തീയതിയാണ് മലപ്പുറത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ. 40 വയസ്സ് താഴെ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ്. ഇതൊരു ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ്. ഡയറക്റ്റ് കഫിൽ വിസയാണ്. ജിദ്ദയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ജിദ്ദയിലേക്ക് ബ്രോ ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ടോ, ഡ്രൈവർ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് മുന്നൊക്കെ ആയിട്ട്. അവരാരുടെയും ഡീറ്റെയിൽസ് എൻ്റെ അടുത്തില്ല. അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റുന്നൊരു വേക്കൻസിയാണ്. ജിദ്ദയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരെ മാത്രമേ, മീൻസ് മലയാളികളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. റിലേഷൻ ഒരു പ്രശ്നമേ അല്ല. ഏത് മതസ്ഥർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. 1800 സൗദി റിയാൽ മുതൽ 2200 സൗദി റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക. ECR, ECNR പാസ്പോർട്ടുകൾ ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായ ഒരാളാണെങ്കിലും 10ാം ക്ലാസ് ഇല്ലാത്തവരാണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. ഇൻ്റർവ്യൂ കാര്യങ്ങളില്ല. സൗദി ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ യോഗ്യതയായിട്ട് ചോദിച്ചുള്ളത്. അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല, എക്സ്പയർഡ് ആണെങ്കിലും കുഴപ്പമില്ല. 45 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിലേക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളില്ല. നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക. അതായത് നിങ്ങളുടെ പേര്, വയസ്സ്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയുള്ള ഒരു ഇംഗ്ലീഷിലുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ വഴിയാണ് ഇതിലേക്ക് സെലക്ഷൻ ഉണ്ടാവുക.
അല്ലാതെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. സെലക്ട് ആയി കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് വിസ, ടിക്കറ്റ്, മെഡിക്കൽ, VFX എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു 75,000 രൂപയുടെ ഉള്ളിലായിരിക്കും പോകാനുള്ള ചിലവുണ്ടാവുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗസ് ഡ്രൈവർ വിസയാണ്. പ്രോപ്പർ ഒരു വർക്കിംഗ് ടൈം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സൗദി ലൈസൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൗസ് ഡ്രൈവർ വിസയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, വിസ, CV, പാസ്പോർട്ട് കോപ്പി, ലൈസൻസിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു PDF ഫോർമാറ്റ് ആക്കി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചിരിക്കുക. ഒപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടെ 30 സെക്കൻഡും 1 മിനിറ്റിനുള്ളിലുള്ള ഒരു ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൂടെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാൻ മറക്കരുത്. ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി, ഈ ആഴ്ച ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്ന അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ്. സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് വെയിറ്റേഴ്സിനെ ആവശ്യമുണ്ട്. ഇതൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ ഉണ്ടാവുക. 5 പേരെയാണ് ടോട്ടൽ 5 പേരെയാണ് ആവശ്യമുള്ളത്. ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നതാണ്. അതിൽ നിന്നായിരിക്കും 5 പേരെ കമ്പനി ഡയറക്റ്റ് സെലക്ട് ചെയ്യുക. 1500 സൗദി റിയാലാണ് സാലറി വരുന്നത്. കൂടാതെ ദിവസം ഒരു ഡ്യൂട്ടി സമയത്ത് ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട്. അത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിലും GCC എക്സ്പീരിയൻസ് ആണെങ്കിലും മറ്റേതെങ്കിലും രാജ്യത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 2 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. എങ്കിലും ഫ്രഷേഴ്സിന് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ CV-യിൽ നിങ്ങൾ ജസ്റ്റ് എക്സ്പീരിയൻസ് കാണിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിലേക്ക് മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ, മറ്റു മതസ്ഥരെ പരിഗണിക്കില്ല. കൂടാതെ 30 വയസ്സിന് താഴെ പ്രായമുള്ളവരും +2 ക്വാളിഫിക്കേഷനും ഉള്ളവരും ആയിരിക്കണം. ഗുഡ് ലുക്കിങ്ങും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നവരും ആയിരിക്കണം. 2 വർഷത്തെ കോൺട്രാക്ട് വിസ ആയിരിക്കും ഉണ്ടാവുക. 9 മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക. അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവർ ടൈമും കമ്പനി പോളിസിക്ക് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ലീവ്, മെഡിക്കൽ ബെനിഫിറ്റ് കാര്യങ്ങളും സൗദി നിയമപ്രകാരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലീവ് കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് പോകാനുള്ള ചിലവെന്ന് പറയുന്നത് ഏകദേശം 80,000 രൂപയാണ്. അത് ടോട്ടൽ എക്സ്പെൻസ് ആണ്. വിസ, ടിക്കറ്റ്, മെഡിക്കൽ, VFX എല്ലാം ഉൾപ്പെടെയാണ് ഈ 80,000 രൂപ ചിലവ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ CV, പാസ്പോർട്ട് കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിർബന്ധമില്ല. ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടി ഒരുമിച്ചൊരു PDF ഫോർമാറ്റ് ആക്കി എൻ്റെ വാട്സപ്പ് നമ്പറായ 95 39 12 80 62 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓൺലൈൻ ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ ഉണ്ടാവുക. നമുക്ക് നിലവിലുള്ള ഒരു വേക്കൻസി കൂടെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. ദുബായിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. സ്വിഗ്ഗി, സൊമാറ്റോ, അതേപോലെ തന്നെ റാപ്പിഡോ, നൂൺ പോലെയുള്ള കമ്പനികളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് വിസയിൽ പോകാൻ കഴിയുന്നതാണ്. ബൈക്ക് റൈഡേഴ്സ് ജോബിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ്. 2200 UAE ദിർഹം നിങ്ങൾക്ക് ബേസിക് സാലറി ഉണ്ടായിരിക്കും. എന്നാൽ തീർച്ചയായിട്ടും ടാർഗറ്റ് ഉണ്ടായിരിക്കും. ഒരു 450 ഡെലിവറി ആയിരിക്കും നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടാവുക. അത് UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ നോർമൽ ഡെലിവറി ടാർഗറ്റാണ്. ചില കമ്പനീസ് അതിൽ കൂടുതലാണ് കൊടുക്കാറുള്ളത്. നോർമൽ ഡെലിവറി ടാർഗറ്റാണ് ഈ 450 ഡെലിവറി എന്ന് പറയുന്നത്. 450 ഡെലിവറി നിങ്ങൾ ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2200 ദിർഹം സാലറി ഉണ്ടാകും. ഇനി 450 ഡെലിവറിക്ക് മുകളിൽ നിങ്ങൾ ഡെലിവറി ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ 2200 പ്ലസ് നിങ്ങൾ 450 ഡെലിവറിക്ക് ശേഷം എടുത്തിട്ടുള്ള ഓരോ ഡെലിവറിക്കും, അത് 451, 452 അങ്ങനെ ഓരോ ഡെലിവറിക്കും നിങ്ങൾക്ക് ഇതിലേക്ക് കമ്മീഷനും കൂടുതൽ ലഭിക്കുന്നതാണ്. ഫുഡ് ഉണ്ടാവുകയില്ല. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. ഇതിലേക്ക് പോകാനുള്ള ചിലവ് എല്ലാം ഉൾപ്പെടെ, വിസ, ടിക്കറ്റ്, മെഡിക്കൽ എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു 1,00,000 രൂപയുടെ അടുത്തായിരിക്കും. 1,00,000 രൂപയുടെ മേലെ എന്തായാലും പോവില്ല, 1,00,000 രൂപയുടെ ഉള്ളിലായിരിക്കും വരിക. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള SSLC ക്വാളിഫിക്കേഷനുള്ള 40 വയസ്സിന് താഴെ പ്രായമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, CV, പാസ്പോർട്ട് കോപ്പി, ലൈസൻസിൻ്റെ കോപ്പി, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചൊരു PDF ഫോർമാറ്റ് അയച്ചു തരിക. ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. 40 വയസ്സിന് താഴെ പ്രായമുള്ള SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഡെലിവറി ഡ്രൈവറായിട്ട് എക്സ്പീരിയൻസ് വേണമെന്നോ വേറെ ഏതെങ്കിലും GCC രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നോ അങ്ങനെ യാതൊരു കാര്യം ഇതിലില്ല. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട്, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ ചോദ്യം പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. 21-നും 40-നും ഇടയിലായിരിക്കണം നിങ്ങളുടെ പ്രായം.